ഹായ്, എല്ലാവർക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഇംഗ്ലീഷ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ശ്രദ്ധിച്ചോളുക. നമ്മളിന്നിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹീ സ്പോക്ക് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ തുടർന്ന് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓക്സിലറി വെർബുകളാണ് അവർ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വാസ്, വെയർ, ഹാഡ് ബീൻ, ഹാസ് ബീൻ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതാണ് നോക്കിക്കൊള്ളുക. നമ്മളിവിടെ വന്നിരിക്കുന്ന ചോദ്യത്തിൽ ആസിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിനകത്ത് ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ ഉണ്ടോ, ഇത് രണ്ടും ഒരേ നിയമങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കുന്ന ഗ്രാമർ പോർഷനാണ്. ഏതൊക്കെയാണ്? ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ. അപ്പോൾ എന്താണ് ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, പോലെ എന്ന അർത്ഥത്തിൽ, അതായത് അതുപോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് വേർഡുകളാണ് ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതാണ് നോക്കിയേ, ഒരു സെൻറ്റൻസിൽ ആസിഫ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അതിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബാണ്. ആസിഫിന് തൊട്ട് മുൻപിലായി വന്നിരിക്കുന്ന വെർബ് ഏതാണെന്ന് നോക്കുക. അതുകൊണ്ട് ഈ വാചകത്തിൽ ആസിഫിന് തൊട്ട് മുൻപിൽ വന്നിരിക്കുന്ന വെർബ് സ്പോക്ക് എന്നതാണ്. അതായത് ആസിഫ് എന്നതിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബിനെ അടിസ്ഥാനമാക്കിയാണ് ആസിഫ് എന്നതിന് പിന്നാലെ ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇതാണ്ട് നോക്കിയേ, ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ എന്നതിന് മുൻപിലായി ഇതുണ്ട് ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ. ഇങ്ങനെയായിരുന്നു ചോദ്യം വന്നിരിക്കുന്നതെങ്കിൽ, രണ്ട് ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം. അതായത് ഇവിടെ ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സ്പീക്സ് എന്നതാണ്. എന്നാൽ ഇവിടെ ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സ്പോക്ക് എന്നതാണ്. അപ്പോൾ ഈ ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബുകളെ അടിസ്ഥാനമാക്കിയാണ് ആസിഫിന് പിന്നാലെയുള്ള വെർബിനെ നമ്മൾ, അല്ലെങ്കിൽ ഓക്സിലറി വെർബിനെ നമ്മൾ തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നോക്കിയേ, ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബ് ഡു ഫോമിലോ ഡസ് ഫോമിലോ ഉള്ളതാണെങ്കിൽ, എന്താണ് ഈ ഡു ഫോം എന്ന് വെച്ചാൽ, തൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വെർബ് സ്പീക്സ് ആണ്. തൻ്റെ ഒരു വെർബ് അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണെങ്കിൽ, കണ്ട് ഇവിടെ സ്പീക്സ് എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം എസ് കൊണ്ടാണ് അല്ലേ. അങ്ങനെ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് ഒരു വേർഡ് അവസാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെർബ് അവസാനിക്കുന്നതെങ്കിൽ, ആ വെർബിനെയാണ് നമ്മൾ ഡസ് ഫോമുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഡസ് ഫോമുകൾ എന്ന് വെച്ചാൽ, ഒരു വെർബ് അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ഡസ് ഫോമുകൾ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു വെർബ് വന്നിരിക്കുന്നത് ഡസ് ഫോമിലോ അതല്ല എങ്കിൽ ഡു ഫോമിലോ ആണെങ്കിൽ, എന്താണ് ഈ വെർബുകളുടെ ഡു ഫോം എന്ന് വെച്ചാൽ, ഇതാണ് നോക്കിയാൽ, ഇപ്പോൾ സ്പീക്ക് എന്നാണ് വന്നതെന്ന് ഇരിക്കട്ടെ, സ്പീക്ക്. ഇവിടെ വെർബിൻ്റെ അവസാനം എസ് എന്ന് പറയുന്ന അക്ഷരമില്ല. അങ്ങനെ എസ് എന്ന അക്ഷരമില്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആ വെർബിനോടൊപ്പം ING എന്ന് ചേർത്തൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ സ്പീക്ക് എന്നതിനോടൊപ്പം ING എന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സ്പീക്കിംഗ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറഞ്ഞേക്കുന്ന വെർബ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വെർബാണല്ലോ. അങ്ങനെ വെർബിനോടൊപ്പം ING ചേർക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെർബാണെങ്കിൽ നമ്മൾക്ക് ആ വെർബിനെ ഡു ഫോം എന്ന് വിളിക്കാം. ഇതെന്ന് വിളിക്കാം? ഡു ഫോം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു വെർബ് അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഡസ് ഫോമായി കണക്കാക്കുന്നു. എന്നാൽ എസ് ഇല്ലാത്ത വെർബാണ് വന്നിരിക്കുന്നതെങ്കിൽ വെർബിനോടൊപ്പം എന്ത് ചെയ്ത് നോക്കുക? ING എന്ന് ചേർത്ത് വായിക്കുക. ING ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്നത് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണെങ്കിൽ അതിനെ ഡു ഫോം എന്ന് വിളിക്കാം. ഇനി സ്പോക്ക് എന്നാണ് വന്നിരിക്കുന്നത് നോക്കട്ടെ. സ്പോക്ക് വെർബിൻ്റെ അവസാനം എസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ING ചേർക്കണം. ചേർത്തു. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ സ്പോക്കിംഗ്, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ING ചേർക്കുമ്പോൾ കിട്ടുന്നത് ഫെമിലിയർ അല്ലാത്ത ഒരു വെർബാണെങ്കിൽ അതിനെ നമ്മൾക്ക് ഡിഡ് ഫോം എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഒരു വെർബ് അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ഡസ് ഫോം. ഫോർ എക്സാമ്പിൾ ദാണ്ടെ വാക്സ് എന്ന് ഞാൻ പറയുകയാണ്. വാക്സ് വെർബ് അവസാനിച്ചിരിക്കുന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ഡസ് ഫോം എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ. അടുത്തത് ഞാൻ പറയുകയാണ് വാക്ക്. ഇവിടെ വെർബിൻ്റെ അവസാനം എസ് എന്ന അക്ഷരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ING ചേർത്ത് നോക്കണം. ING ചേർത്ത് നോക്കിയേ വാക്കിംഗ് എന്ന് കിട്ടത്തില്ലേ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കതിനെ ഡു ഫോം എന്ന് വിളിക്കാം. ക്ലിയർ ആണേ. അടുത്തതാണ് വാക്കഡ്.
വാക്ക്ഡ് എന്ന് പറയുമ്പോൾ അവിടെയും അവസാനം എസ് എന്ന അക്ഷരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ING എന്ന് ചേർത്ത് നോക്കുന്നു. ING ചേർത്ത് നോക്കുമ്പോൾ വാക്കിഡിങ് എന്ന് കിട്ടും. അങ്ങനെ ഒരു വെർബ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഫെമിലിയർ അല്ലാത്ത ഒരു വെർബാണ് നമ്മൾക്ക് കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ഡിഡ് ഫോം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വെർബുകളുടെ ഡു ഫോം എന്താണ്, ഡിഡ് ഫോം എന്താണ്, ഡസ് ഫോം എന്താണ് എന്ന് ക്ലിയർ ആയല്ലോ. എസ്സിൽ അവസാനിക്കുന്ന ഫോമുകൾ ഡസ് ഫോമുകൾ, എസ് ഇല്ല എങ്കിൽ ING ചേർക്കുന്നു. ING ചേർക്കുമ്പോൾ കിട്ടുന്നത് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണെങ്കിൽ ഡു ഫോം, ഫെമിലിയർ അല്ല എങ്കിൽ ഡിഡ് ഫോം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ്ട് ഇനി നമുക്ക് എന്താണ് അപ്പോൾ ആസിഫ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഇതാ ശ്രദ്ധിച്ചോളുക. ഹി speaks as if he dash a doctor. കണ്ടോ, ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബ് സ്പീക്സ് എന്നുള്ളതാണ്. ഇത് ഡു ഫോം ആണോ, ഡസ് ഫോം ആണോ, ഡിഡ് ഫോം ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് ഡസ് ഫോമിലുള്ളതാണെങ്കിൽ ഇവിടെ ദാണ്ട സ്പീക്സ് എന്നാണല്ലോ വന്നിരിക്കുന്നത്, എസ്സിലല്ലേ അവസാനിക്കുന്നത്, അപ്പോൾ ഇത് ഡസ് ഫോമാണ്. ഇനി മറ്റൊരു സെൻറ്റൻസ് പറയുകയാണ്, ദേ speak as if they dash doctors. ഇവിടെ വേറൊരു സെൻറ്റൻസാ. ഇവിടെയും ആസിഫ് വന്നിട്ടുണ്ട് അല്ലേ? ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് നോക്കിയ സ്പീക്ക് എന്നതാണ്. വെർബിൻ്റെ അവസാനം എസ് ഉണ്ടോ? ഇല്ല. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? എസ് ഇല്ല എങ്കിൽ ING ചേർക്കണം. സ്പീക്കിനോടൊപ്പം ING ചേർത്ത് പറഞ്ഞേ സ്പീക്കിംഗ്. അപ്പോൾ ഇത് ഏത് ഫോമാണെന്ന് കിട്ടും? ഇത് ഡു ഫോമാണ്. ഇങ്ങനെ ഡു ഫോമുകളോ ഡസ് ഫോമുകളോ ആണ് ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്നതെങ്കിൽ ആസിഫിന് പിന്നാലെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഓക്സിലറി വെർബ് വെയർ എന്നതായിരിക്കണം. എന്തായിരിക്കണം? അതിന് ഇവിടെ ഏത് സബ്ജക്റ്റ് വന്നാലും, കണ്ടോ ഇവിടെ ഇപ്പോൾ ഹീ ആണ് വന്നിരിക്കുന്നത്, അതിന് പിന്നാലെ നമ്മൾ വെയർ ഉപയോഗിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് ദേ ആണ്, അതിന് പിന്നാലെ നമ്മൾ എന്താ ഉപയോഗിച്ചേക്കുന്നത്? വെയർ. അവിടെ സബ്ജക്റ്റ് എന്നത് ഒരു പ്രശ്നമേ അല്ല. അതായത് ഇവിടെ ഹീ വന്നാലും ഷീ വന്നാലും ഐ എന്ന് വന്നാലും ദേ എന്ന് വന്നാലും വി എന്ന് വന്നാലും അതിന് പിന്നാലെ നമ്മൾ എന്ത് ഉപയോഗിക്കുക? വെയർ എന്ന് ഉപയോഗിക്കുക. ഒന്നാമത്തെ നിയമം ക്ലിയർ ആണോ? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബുകൾ ഡു ഓർ ഡസ് ഫോമിലുള്ളതാണെങ്കിൽ ആസിഫിന് പിന്നാലെ എന്ത് ഉപയോഗിക്കാം? വെയർ. അതായത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അതിനെ, ഡു ഓർ ഡസ് പ്ലസ് ആസിഫ് പ്ലസ് വെയർ. കണ്ടോ, ഇങ്ങനെ പറയാം. ഡു അല്ലെങ്കിൽ ഡസ്, അതിന് പിന്നാലെയാണ് ആസിഫ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് പിന്നാലെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വെയർ എന്ന് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നാൽ ദാണ്ടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് സ്പോക്ക് എന്നതാണ്. ഇവിടെ ആസിഫിന് മുൻപിൽ വന്നിരിക്കുന്ന വെർബിന് അവസാനം എസ് എന്ന അക്ഷരമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? തന്നിരിക്കുന്ന വെർബിനോടൊപ്പം ഒരു ING ചേർത്ത് നോക്കണമെന്നല്ലേ? സ്പോക്ക് എന്നതിനോടൊപ്പം ING ചേർത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമിടെ? സ്പോക്കിംഗ് എന്നാണ് കിട്ടുന്നത്. അങ്ങനൊരു വെർബ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വെർബിനെ നമ്മൾക്ക് ഡിഡ് ഫോം എന്ന് വിളിക്കാം. ഡിഡ് ഫോം. അപ്പോൾ ഈ ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് ഡിഡ് ഫോമിലുള്ളതാണ് എങ്കിൽ ദാണ്ടെ ആസിഫിന് പിന്നാലെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഓക്സിലറി വെർബ് ഹാഡ് ബീൻ എന്നതായിരിക്കണം. എന്തായിരിക്കണം? ഹാഡ് ബീൻ. അപ്പം മനസ്സിലായോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ആസിഫ് അല്ലെങ്കിൽ ആസ്ദോയുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ആസിഫിന് മുൻപ് വന്നിരിക്കുന്ന വെർബുകൾ ഡു ഫോമിലോ ഡസ് ഫോമിലോ ഉള്ളതാണെങ്കിൽ ആസിഫിന് പിന്നാലെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വെയർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്തത്, ആസിഫിന് മുമ്പേ വന്നിരിക്കുന്ന വെർബ് ഡിഡ് ഫോമിലുള്ളതാണെങ്കിൽ അതിന് പിന്നാലെ ഹാഡ് ബീൻ എന്ന് ഉപയോഗിക്കുന്നു. ഇതിന് നമ്മൾ വിളിക്കുന്നത് ദാണ്ടെ ഈ കണ്ടീഷൻ, ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്നത് ഡുവോ ഡസോ ഫോമിലുള്ള വെർബാണെങ്കിൽ ആസിഫിന് പിന്നാലെ നമ്മൾ വെയർ ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ, അതിന് നമ്മൾ അൺറിയൽ പ്രസൻറ്റ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അൺറിയൽ പ്രസൻറ്റ് കണ്ടീഷൻ. ഇത് നമ്മൾ വിളിക്കുന്നത് അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ എന്നാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ, അൺറിയൽ പ്രസൻറ്റും അൺറിയൽ പാസ്റ്റും. അൺറിയൽ പ്രസൻറ്റ് ആണെങ്കിൽ ഇവിടെ ഡുവോ ഡസോ ആയിരിക്കും, അതിനപ്പുറത്ത് വെയർ എന്നായിരിക്കും. അൺറിയൽ പാസ്റ്റ് ആണെങ്കിൽ ആസിഫിന് മുമ്പിൽ ഡിഡ് ഫോം ആയിരിക്കും, അതിന് പിന്നാലെ എന്തായിരിക്കും വരുന്നത്? ഹാഡ് ബീൻ എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഹി സ്പീക്സ് ആസ് ഇഫ് ഹി ഡാഷ് എ ഡോക്ടർ. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്സാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ആസിഫ് ഉണ്ട്. ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് സ്പീക്സ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആസിഫിന് പിന്നാലെ എന്തുപയോഗിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്? വെയർ ഉപയോഗിക്കണമെന്നല്ലേ? അത് തന്നിരിക്കുന്നതിനകത്ത് അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ വെയർ എന്നുള്ളതാണ്.
നമ്മുടെ ഓപ്ഷനകത്ത് വെയർ വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ വാസ് വെട്ടുന്നവിടെ വെയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആസിഫിന് മുമ്പിൽ വന്നിരിക്കുന്ന വെർബ് ഡസ് ഫോമിലുള്ളതാണെങ്കിൽ ആസിഫിന് പിന്നാലെ എന്ത് കൊടുക്കുക? വെയർ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് വെയർ എന്നതില്ലായിരുന്നു, അതുകൊണ്ട് വാസ് എന്ന ഓപ്ഷൻ വെട്ടുന്നു, നമ്മൾ വെയർ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ. അപ്പോൾ ആസിഫ് അല്ലെങ്കിൽ ആസ്തോ മറന്നു പോകൽ. അതുകൊണ്ട് ഇതാണ് കണ്ടീഷൻ. ആസിഫിന് മുമ്പിൽ ഡു ഓർ ഡസ് എന്നാണെങ്കിൽ ആസിഫിന് പിന്നാലെ നമ്മളെന്ത് ഉപയോഗിക്കുന്നു? വെയർ എന്ന് ഉപയോഗിക്കുന്നു. എന്നാൽ ആസിഫിന് മുൻപിലായി ഡിഡ് ഫോമിലുള്ള വെർബാണ് വന്നിരിക്കുന്നതെങ്കിൽ ആസിഫിന് പിന്നാലെ നമ്മൾ ഹാഡ് ബീൻ എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ആസിഫ് അല്ലെങ്കിൽ ആസ്തോയുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളാം. എവരിബഡി ഹാസ് കം ഹിയർ. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ എക്സാമുകളിലും ആവർത്തിച്ച് വരുന്ന, പ്രത്യേകിച്ചും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഭാഗമാണിത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, എവരിബഡി ഹാസ് കം ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് പൊതുവേ നമുക്ക് എളുപ്പമുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എങ്കിലും ആ ക്വസ്റ്റ്യൻ ടാഗിൽ തന്നെ നമ്മൾക്ക് പണി തരുന്ന, ഉദ്യോഗാർത്ഥികൾക്ക് പണി തരുന്ന ഒരു ചോദ്യമാണ് താണ്ടി കിടക്കുന്നത്. എവരിബഡി ഹാസ് കം ഹിയർ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതണ്ടേ ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ടാഗിന് 2 ഭാഗങ്ങളാണുള്ളത്. അതറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതണ്ടേ എവരിബഡി ഹാസ് കം ഹിയർ. ഈ തന്നിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് മെയിൻ ക്ലോസ് എന്നാണ്. ഇതെന്താണ് വിളിക്കേണ്ടത്? മെയിൻ ക്ലോസ്. ഓക്കെ ആണല്ലോ. ഇതണ്ടേ നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ടാഗ് ക്ലോസ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? മെയിൻ ക്ലോസും ടാഗ് ക്ലോസും. ഒരു PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി അവർ മെയിൻ ക്ലോസ് നമ്മൾക്ക് നൽകുകയും നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയും വേണം? ടാഗ് ക്ലോസ് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ടാഗ് ക്ലോസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നോക്കിക്കൊള്ളുക. ഇവിടെ മെയിൻ ക്ലോസിൻ്റെ സബ്ജക്റ്റായി വന്നിരിക്കുന്നത് എവരിബഡി എന്ന വാക്കാണ് അല്ലേ? അതായത് ഇംഗ്ലീഷിനകത്ത് എവരി വൺ, എവരിബഡി, നോ വൺ, നോബഡി, സമ്മൺ, സംബഡി, എനിവൺ, എനിബഡി, ഏതൊക്കെയാണ്? രണ്ട് ഇത്രയും വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ എന്നറിയപ്പെടും. എന്താണ് അറിയപ്പെടുന്നത്? ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ എന്നറിയപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാണ്ട് ഇവ ഇത്രയുമാണ്. എവരി വൺ, എവരിബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി, someone, somebody. ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ. നോക്കിയേ, അപ്പോൾ ഒരു വാചകത്തിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണെങ്കിൽ, അതായത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗണാണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ദാണ്ട് ഈ വന്നിരിക്കുന്നവയിൽ ഏതെങ്കിലുമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ ടാഗ് ക്ലോസിലെ പ്രൊനൗണായി നമ്മൾ ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ടാഗ് ക്ലോസിലെ പ്രൊനൗണായിട്ട് എന്ത് ഉപയോഗിക്കുക? ദേ. അത് മറന്നു പോകില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മെയിൻ ക്ലോസിലെ സബ്ജക്റ്റായിട്ട് ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകളിൽ ഏതെങ്കിലും വന്നാൽ, ഏതൊക്കെയാണ് അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ? എവരി വൺ, എവരിബഡി, നോ വൺ, നോബഡി, സമ്മൺ, സംബഡി, എനിവൺ, എനിബഡി. ഇവയിൽ ഏതെങ്കിലും വന്നാൽ ടാഗ് ക്ലോസിലെ പ്രൊനൗണായി എന്തിനു ഉപയോഗിക്കുക? ദേ എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ദേ ആണ്. ഹാസിൻ്റെ ദേ, ഹാവിൻ്റെ ദേ, ഹാഡ് ദേ, ഹാവ് ദേ. അപ്പോൾ എല്ലായിടത്തും ദേ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇങ്ങനെ ദേ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപിലായിട്ട് നമ്മൾ ടാഗ് ക്ലോസിൽ ഉപയോഗിക്കേണ്ടുന്ന ഓക്സിലറി വെർബ് ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അതായത് മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണോ അതിൻ്റെ പ്ലൂറൽ ഫോം വേണം എവിടെ ഉപയോഗിക്കുവാൻ? ടാഗ് ക്ലോസിൽ ഉപയോഗിക്കുവാൻ. നമ്മൾ സബ്ജക്റ്റ് വെർബ് കോൺകോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കുക. മെയിൻ ക്ലോസിലെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ദാണ്ട് ഇവയിൽ ഏതെങ്കിലും വന്നാൽ, ഏതൊക്കെ? എവരി വൺ എന്നോ, എവരിബഡി എന്നോ, നോ വൺ എന്നോ, നോബഡി എന്നോ, സമ്മൺ എന്നോ, സംബഡി എന്നോ, എനിവൺ എന്നോ, എനിബഡി എന്നോ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ടാഗ് ക്ലോസിൽ ദേ എന്ന് ഉപയോഗിക്കുക. പിന്നെ ദേ എന്നതിന് മുൻപിലായി മെയിൻ ക്ലോസിലെ ഓക്സിലറി വെർബ് ഏതാണോ അതിൻ്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കുക. ഇവിടുത്തെ മെയിൻ ക്ലോസിലെ ഓക്സിലറി വെർബ് ഹാസ് എന്നതാണ്. അപ്പോൾ ഓക്സിലറി വെർബുകളുടെ പ്ലൂറൽ ഫോമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ്ട് ഈസ് എന്നത് സിംഗുലാർ ഫോമിലുള്ള ഓക്സിലറി വെർബാണ്.
അതിൻ്റെ പ്ലൂറൽ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ആറ് എന്നതാണ്. ഈസ് സിംഗുലറാണ്, ആറ് അതിൻ്റെ പ്ലൂറൽ ഫോം. അടുത്തത് വാസ് എന്നത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് വെച്ചാൽ വെയർ എന്നാണ്. വാസിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? വെയർ. അടുത്തതാണ് ഡസ്, അത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ഫോം ഡു എന്നതാണ്. അടുത്തത് ഹാസ്, അത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഹാവ് എന്നതാണ്. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞതൊക്കെയാണ്. ഈസ് അതിൻ്റെ പ്ലൂറൽ ഫോം ആറെന്നാണ്, വാസ് വേറെന്നാണ്, ഡസ് ഡു എന്നാണ്, ഹാസ് ഹാവ് എന്നാണ്. ഈ 4 ഓക്സിലറി വെർബുകൾക്കാണ് സിംഗുലാർ ഫോം എന്നും പ്ലൂറൽ ഫോം എന്നും വ്യത്യാസമുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്ന ഓക്സിലറി വെർബിൻ്റെ പ്ലൂറൽ ഫോം എവിടെ ഉപയോഗിക്കുക? ടാഗ് ക്ലോസിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഹാസ് ആണ്. ഹാസിൻ്റെ പ്ലൂറൽ ഫോം ഏതാടെ? ഹാവ് ആണ്. അപ്പോൾ ഇവിടെ ദേ എന്നതിനോടൊപ്പം നമ്മൾ ഹാവ് എന്ന് ഉപയോഗിക്കുന്നു, ഹാവ്. ഇനി മെയിൻ ക്ലോസ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കണം. അതായത് മെയിൻ ക്ലോസിനകത്ത് നെഗറ്റീവ് വേർഡുകളൊന്നുമില്ലല്ലോ. ഇപ്പം നോ എന്നോ നോട്ടെന്നോ നെവർ എന്നോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ അങ്ങനെ നോ, നോട്ട്, നെവർ, നത്തിങ് അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡുകളൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഈ മെയിൻ ക്ലോസ് പോസിറ്റീവ് ആണെന്നാണ്. മെയിൻ ക്ലോസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് ക്ലോസ് നെഗറ്റീവ് ആയിരിക്കണമെന്നാണല്ലോ. ടാഗ് ക്ലോസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് ഏതാണോ അതിനോടൊപ്പം ഇൻഡ് എന്ന് ചേർക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാവ് ഇൻഡ് ദേ എന്ന് കിട്ടും. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഹാവ് ഇൻഡ് ദേ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം? കണ്ടേ, മെയിൻ ക്ലോസിൻ്റെ സ്ഥാനത്ത് എന്തൊക്കെ വന്നാൽ? എവരിവൺ എവരിബഡി, നോ വൺ നോബഡി, സമ്മൺ സംബഡി, എനിവൺ എനിബഡി, ഇവയിൽ ഏത് വന്നാലും ശരി ടാഗ് ക്ലോസിലെ പ്രൊനൗണായിട്ട് എന്തിനു ഉപയോഗിക്കുക? ദേ എന്ന് ഉപയോഗിക്കുക. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ്, മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണോ ആ ഓക്സിലറി വെർബിൻ്റെ പ്ലൂറൽ ഫോം എവിടെ ഉപയോഗിക്കുക? ടാഗ് ക്ലോസിൽ ഉപയോഗിക്കുക. അതായത് ഈസ് എന്ന് വന്നാൽ അപ്പുറത്ത് ആറെന്ന് ഉപയോഗിക്കുക, വാസ് എന്ന് വന്നാൽ വേറെന്നും, ഡസ് എന്ന് വന്നാൽ ഡു എന്നും, ഹാസ് എന്ന് വന്നാൽ ഹാവ് എന്നും ടാഗ് ക്ലോസിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ എന്ത് കിട്ടുന്നു? ഹാവ് ഇൻഡ് ദേ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രോബ്ലം, ചേഞ്ച് ദ വോയിസ് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ വോയിസ് ചേഞ്ച് ചെയ്യുക. എന്താ ചേഞ്ച് ദ വോയിസ് എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ പ്രധാനമായും 2 വോയിസുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ആക്റ്റീവ് വോയിസും രണ്ടാമത്തേത് പാസീവ് വോയിസും. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ്? ഒരു സെൻറ്റൻസ് അതിലെ സബ്ജക്റ്റിന്, അതായത് ഒരു പ്രവൃത്തി ആര് ചെയ്തു എന്ന് പറയുന്നതാണ് ആക്റ്റീവ് വോയിസ്. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് സിംഗിങ് എ സോങ്, ഹീ ഈസ് സിംഗിങ് എ സോങ്. ഇവിടെ അവൻ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ പ്രവൃത്തി ആരാണ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. എന്നാൽ ഇതേ സെൻറ്റൻസ് ഞാൻ ഇങ്ങനെ പറയാണ്, എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഹിം. അപ്പോൾ ഒരു പ്രവൃത്തി ആരാൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഒരു പ്രവൃത്തി ആര് ചെയ്തു എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ, ഒരു പ്രവൃത്തി ആരാൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? പാസീവ് വോയിസ്. അതായത് ഇവിടെ അവൻ പറയുകയാണ് അവനൊരു പാട്ട് പാടി. രണ്ടാമത്തെ കേസ്, എ സോങ് ഈസ് സങ് ബൈ ഹിം എന്ന് വെച്ചാൽ എന്താണ്? ആ പാട്ട് അവനാൽ പാടപ്പെട്ടു. കേട്ടോ, ആ പാട്ട് അവനാൽ പാടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? പാസീവ് വോയിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസുകളെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ, പാസീവ് വോയിസുകളിൽ ബൈ പ്ലസ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. എന്താണ് ഈ ബൈ പ്ലസ് ഏജൻറ്റ്? നമ്മൾ സെൻറ്റൻസുകളുടെ അവസാനം ബൈ ഹിം എന്നോ ബൈ ദം എന്നോ ബൈ ഹർ എന്നോ ഒക്കെ ഉപയോഗിക്കാറില്ലേ? ഇതിനെയാണ് ബൈ പ്ലസ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു ബൈ പ്ലസ് ഏജൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ ആണല്ലോ? ഫോർ എക്സാമ്പിൾ, ഇതാണ് നോക്കിയേ, എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. കണ്ടോ, ഈ ബൈ ഹിമ്മിനെയാണ് നമ്മൾ ബൈ പ്ലസ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു വാചകത്തിൻ്റെ അവസാനം ബൈ പ്ലസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് പറയാം, ഒരു സംശയം വേണ്ട. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പാസീവ് വോയിസുകളിലും എന്ത് കാണില്ല? ബൈ പ്ലസ് ഏജൻറ്റുകൾ കാണില്ല. അപ്പോൾ ബൈ പ്ലസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ പാസീവ് വോയിസ് എന്ന് പഠിച്ചുകൊണ്ട് പോയാൽ ബൈ പ്ലസ് ഏജൻറ്റ് ഇല്ലാത്തൊരു സെൻറ്റൻസ് എന്ന് നമ്മൾ പെട്ടുപോകും. അപ്പോൾ എങ്ങനെയാണ് പാസീവ് വോയിസുകളെ തിരിച്ചറിയാനുള്ള മറ്റൊരു മാർഗ്ഗം? അതിനൊരു മാർഗ്ഗമുണ്ട്. ഇതാണ്ട് ബിയുടെ ഫോമുകൾ. ബിയുടെ ഫോമുകൾ എന്നറിയപ്പെടുന്നത് ഇവയാണ്: ബി, ഈസ്, ആം, ആറ്, വാസ്, വെയർ. അതുകൊണ്ട് തന്നെ ബീൻ, അതുകൊണ്ട് തന്നെ ബീയിങ്. ഇവയാണ് നമ്മൾ ബിയുടെ ഫോമുകൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാ? ബി ഇ, ബി, ഈസ്, ആം, ആറ്, വാസ്, വെയർ, ബീൻ,
ബീയിങ്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോംസ് ഓഫ് ബി, അതായത് ബിയുടെ ഫോമുകൾ. ഈ ബിയുടെ ഫോമുകൾക്ക് പിന്നാലെ വെർബിൻ്റെ V3 ഫോം കൂടി വന്നിട്ടുണ്ട് എങ്കിൽ ആ സെൻറ്റൻസ് പാസീവ് വോയിസ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. എന്താണ്? ഒരു ബിയുടെ ഫോമിന് പിന്നാലെ ഒരു V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം? പാസീവ് വോയിസ്. അതുകൊണ്ട് ഇവിടെ റിട്ടൺ എന്ന് പറഞ്ഞേക്കുന്നത് റൈറ്റ് എന്നതിൻ്റെ V3 ഫോം അല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, ആ V3 ഫോമാണല്ലോ വന്നിരിക്കുന്നത്. അതിൻ്റെ മുൻപിലായിട്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ബീയിങ് എന്ന് വന്നിട്ടില്ലേ? അപ്പോൾ തന്നെ ഈ ബീയിങ് എന്നതിന് പിന്നാലെയല്ലേ റിട്ടൺ വന്നിരിക്കുന്നത്? അപ്പോൾ B+I V3 ഫോം എന്നല്ലേ വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? പാസീവ് വോയിസ് എന്ന് വിളിക്കാം. അപ്പോൾ പാസീവ് വോയിസുകളെ കാരണം ചേഞ്ച് ദ വോയിസ് എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നെങ്കിൽ അതിനകത്ത് by+ ഏജൻറ്റ് ഉണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് പാസീവ് വോയിസ് ആണ്. അതല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ബിയുടെ ഫോമിനോടൊപ്പം, ഏതൊക്കെയാണ് ബിയുടെ ഫോമുകൾ? ബി എന്നുണ്ട്, ഈസ്, ആം, ആറ്, വാസ്, വെയർ, ബീൻ, ബീയിങ്, ഇവയാണ് ബിയുടെ ഫോമുകൾ. ഇതിനോടൊപ്പം ഒരു V3 ഫോം ഉണ്ടെങ്കിൽ അതും പാസീവ് വോയിസ് ആണ്. ഇതാണ്ട് ഈ തന്നിരിക്കുന്നത് ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രോബ്ലം. ഇവിടെ by+ ഏജൻറ്റ് ഇല്ല, അപ്പോൾ അത് വിട്ടു. ഇനി ഇവിടെ വന്നിരിക്കുന്ന വെർബ് നോക്കിയേ, ആർ സ്പീക്കിംഗ്. ഇവിടെ ബിയുടെ ഫോമോ അതിനോടൊപ്പം ഒരു V3 ഫോമോ ഉണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് പാസീവ് വോയിസ് അല്ല, ഇത് ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ നമ്മളിതിനെ ചേഞ്ച് ദ വോയിസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് മാറ്റാനാണ് പറയുന്നത്? പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ എങ്ങോട്ടേക്ക് മാറ്റണം? പാസീവ് വോയിസിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദാണ്ട് ഇങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്. ആദ്യം ആ വാചകത്തിലെ ഒബ്ജക്റ്റിനെ കൊടുക്കണം. രണ്ടാമതായിട്ട് ആ വാചകത്തിലെ ഓക്സിലറി വെർബിനെ കൊടുക്കണം. മൂന്നാമതായി ചെയ്യേണ്ടത് ഫോം ഓഫ് ബി എന്നത് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഫോം ഓഫ് ബി എന്നതിനെ കൊടുക്കുക. അടുത്തതായിട്ട് വെർബിൻ്റെ V3 ഫോം കൊടുക്കുക. പിന്നാലെ ബൈ എന്ന് കൊടുക്കുക. അതിന് പിന്നാലെ തന്നിരിക്കുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഫോം കൊടുക്കുക. ഇതാണ് പാസീവ് വോയിസിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നും കൂടെ നോക്കിയേ. ആദ്യം ഒബ്ജക്റ്റ് ഫോം കൊടുക്കുക, പിന്നാലെ എന്ത് കൊടുക്കുക? ഓക്സിലറി വെർബ്, പിന്നാലെയോ ഫോം ഓഫ് ബി, അതിന് പിന്നാലെ V3 ഫോം, പിന്നാലെ ബൈ, പിന്നാലെ സബ്ജക്റ്റ്, അതിന് പിന്നാലെ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഫോം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഈ വാചകത്തിൽ ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രോബ്ലം. ഈ തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ഒബ്ജക്റ്റായിട്ടുള്ള ദ പ്രോബ്ലം എന്നതിന് മുൻപിലായി എബൌട്ട് എന്ന് പറഞ്ഞേക്കുന്ന ഒരു വാക്ക് വന്ന് കിടപ്പുണ്ട്. എബൌട്ട് എന്ന് വെച്ചാൽ ഒരു പ്രിപ്പോസിഷണൽ വേർഡാണല്ലോ. അപ്പോൾ ഒരു പ്രിപ്പോസിഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ മുൻപിലായിട്ട് ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ എന്താണ് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ്? ഒരു വാചകത്തിലെ ഒബ്ജക്റ്റിന് മുൻപിലായി പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഒരു പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റാണുള്ളത്. ഏതാണ് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്? ദാണ്ടെ അബൌട്ട് ദ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റിനെ എങ്ങനെ പാസീവ് വോയിസ് ആക്കി മാറ്റാം എന്നുള്ളത് ഒരു സംശയമല്ലേ. അപ്പോൾ ദാണ്ട് ഇതിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ മതി. ഇത് തന്നെയാണ് വേർഡ് ഓർഡർ. വേരിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ഫോം ഓഫ് ബി, അതിന് പിന്നാലെ V3 ഫോം. V3 ഫോമിന് പിന്നാലെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മൾക്ക് തന്നിരിക്കുന്ന വാചകത്തിലെ പ്രിപ്പോസിഷൻ ഉണ്ടല്ലോ, അതായത് ഒബ്ജക്റ്റിന് മുൻപിൽ വന്നിരിക്കുന്ന പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിഷൻ ഏതാണോ ആ പ്രിപ്പോസിഷൻ അവിടെ കൊടുക്കുക. പ്രിപ്പോസിഷൻ കൊടുത്തു. അതിന് പിന്നാലെ വേണം by+ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഫോം കൊടുക്കാൻ. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട ഇതേ ഓർഡറിൽ തന്നെ അങ്ങോട്ട് പോവുക. പോയിട്ട് എന്ത് ചെയ്യുക? ഈ V3 ഫോം കഴിയുമ്പോൾ അതിന് പിന്നാലെ എന്ത് കൊടുക്കണമെന്ന് ആ മാറ്റി കിടക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണോ പ്രിപ്പോസിഷന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ദ പ്രോബ്ലം എന്നുള്ളതാണ്. നമ്മൾ ദാണ്ട് ആദ്യം ദ പ്രോബ്ലം എന്ന് കൊടുത്തു അല്ലേ? ദ പ്രോബ്ലം. ഇനി നമുക്ക് വേണ്ടത് ഓക്സിലറി വെർബാണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ആറാണ്. അവിടെയാണ് അടുത്ത സബ്ജക്റ്റ് വെർബ് കോൺകോഡിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ സബ്ജക്റ്റ് വെർബ് കോൺകോഡ് അനുസരിച്ചിട്ട് ഒരു വാചകത്തിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണമെന്നല്ലേ? അതായത് ദാണ്ട് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചാൽ ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രോബ്ലം. ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്. ഈ ദേ എന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഓക്കെ,
എന്നാൽ അതിനെ തുടർന്ന് ഇന്ന് വെർബും എന്തായിരിക്കണമെന്നാണ് നിയമം, പ്ലൂറൽ തന്നെ ആയിരിക്കണം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇവിടുത്തെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ദേ ആണ്, അതുകൊണ്ട് അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിനെ തുടർന്ന് വന്നിരിക്കുന്ന വെർബും അതുകൊണ്ട് തന്നെ എന്താണ്, പ്ലൂറൽ ഫോമിലുള്ളതാണ്. എന്നാൽ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദ പ്രോബ്ലം എന്നതാണ് ഇപ്പോൾ, അതായത് ഈ ദേയുടെ സ്ഥാനത്ത് ആര് കയറി വന്നു, ദ പ്രോബ്ലം. ദ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് സിംഗുലർ അല്ലേ? ഓക്കെ, അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു ഏതൊക്കെയായിരുന്നു സിംഗുലറുകൾ. ഈസ് സിംഗുലറാണ്, വാസ് സിംഗുലറാണ് അല്ലേ, ഡസ് സിംഗുലറാണ്, അതേകൂട്ട് തന്നെ ഹാസ് സിംഗുലറാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോമുകൾ ഏതൊക്കെയാണ്? ഈസിൻ്റേത് ആറെന്നാണ് പ്ലൂറൽ ഫോം, വാസിൻ്റേത് വന്നാൽ വേറെന്നാണ്, ഡസിൻ്റേത് ഡൂ, ഹാസിൻ്റേത് ഹാവ്. ഇതാണ് സിംഗുലറുകളും പ്ലൂറലുകളും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ നിയമം എന്താണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണമെന്നല്ലേ. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് ദ പ്രോബ്ലം, ദ പ്രോബ്ലത്തിനോടൊപ്പം ആറ് എഴുതാൻ പറ്റുമോ? അത് സിംഗുലർ അല്ല, അത് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സിംഗുലാർ ഫോം കൊണ്ടുവരണം. അപ്പം ദ പ്രോബ്ലം എന്നതിനോടൊപ്പം സിംഗുലാർ ഫോമായിട്ടുള്ള ആറിൻ്റെ സിംഗുലാർ ഫോം ഏതാണ്, ഈസ്, അത് കൊടുക്കണം. ദ പ്രോബ്ലം ഈസ്. ഇനി ഇതാണ്ട് ഫോം ഓഫ് ബി ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫോം ഓഫ് ബി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിനകത്ത്? ഫോം ഓഫ് ബി ഉപയോഗിക്കുന്നത് ദാണ്ട് ഈ ഓക്സിലറി വെർബിൻ്റെ സ്ഥാനത്ത് ഈസ് അല്ലെങ്കിൽ ആം, അതല്ലെങ്കിൽ ആറ്, അതുമല്ലെങ്കിൽ വാസ്, അതുമല്ലെങ്കിൽ വെയർ. ഓക്കെ, അതാണ് ഓക്സിലറി വെർബിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ വന്നാൽ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇവയിൽ ഏതെങ്കിലുമാണ് വന്നിരിക്കുന്നതെങ്കിൽ ബിയുടെ സ്ഥാനത്ത് നമ്മൾ ബീയിങ് എന്നാണ് കൊടുക്കേണ്ടത്. എന്താണ് കൊടുക്കേണ്ടത്? ബീയിങ്. മറന്നു പോകല്ലേ കേട്ടോ. എങ്ങനെയാണ്? ഓക്സിലറി വെർബിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ വന്നാൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ വാസെന്നോ വേറെന്നോ വന്നാൽ നമ്മൾക്ക് ബിയുടെ സ്ഥാനത്ത് ബീയിങ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ദ പ്രോബ്ലം ഈസ് ബീയിങ്. ഇനി നമുക്ക് വേണ്ടത് V3 ഫോം ആണല്ലോ. ഏതാണ് ഇവിടുത്തെ V3 ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്പീക്കിംഗ് എന്നതിൻ്റെ V3 ഫോം സ്പോക്കൺ എന്നാണ്. അതുകൊണ്ട് ദ പ്രോബ്ലം ഈസ് ബീയിങ് സ്പോക്കൺ. ഇനി നമ്മൾക്ക് വേണ്ടത് അതിൻ്റെ പ്രിപ്പോസിഷനാണ്. ഇവിടുത്തെ പ്രിപ്പോസിഷൻ ഏതാ? എബൌട്ട്. അപ്പോൾ നമ്മൾ തൻ്റെ ആ എബൌട്ട് അങ്ങോട്ടേക്ക് കൊടുത്തേക്കുക. അപ്പോൾ തൻ്റെ പ്രോബ്ലം ഈസ് ബീയിങ് സ്പോക്കൺ എബൌട്ട്. ഇനി തൻ്റെ ബൈ എന്ന് കൊടുക്കുന്നു അല്ലേ. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദേ. ആ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഫോം എന്ന് വെച്ചാൽ ഏതാണ്? ഡേ, ദം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ കിട്ടും. ദ പ്രോബ്ലം ഈസ് ബീയിങ് സ്പോക്കൺ എബൌട്ട് ബൈ ദം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആൻസർ ഏതാ? ദേ, ദ പ്രോബ്ലം ഈസ് ബീയിങ് സ്പോക്കൺ എബൌട്ട് ബൈ ദം. ഒന്നാമത്തെ ഓപ്ഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്, ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് പറഞ്ഞേക്കുന്നത്? നോക്കിയേ, നമ്മൾ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ജനറൽ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ഫോം ഓഫ് ബി, V3 ഫോം, ബൈ, തന്നിരിക്കുന്ന വാചകത്തിലെ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഫോം, ഇങ്ങനെയാണ്. എന്നാൽ ഒരു പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ വന്നിരിക്കുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ, അപ്പോൾ എന്താണ് ഈ പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിന് മുൻപിൽ ഒരു പ്രിപ്പോസിഷണൽ വേർഡ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ്. അങ്ങനെ ഒരു പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കുക? ഈ പറഞ്ഞിരിക്കുന്ന V3 ഫോമിന് പിന്നാലെ ആ പ്രിപ്പോസിഷനെ ആഡ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റു ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.